ആദ്യം തന്നെ ട്രെയിൻ ടിക്കറ്റ് റീഫണ്ടിലെ പുതിയ സമയക്രമം പറഞ്ഞു തുടങ്ങാം. നേരത്തെ ട്രെയിൻ പുറപ്പെടുന്നതിന് 48 മണിക്കൂറിന് മുമ്പ് റദ്ദാക്കിയാൽ തുക പൂർണ്ണമായും തിരികെ കിട്ടിയിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് 72 മണിക്കൂർ മുമ്പ് റദ്ദാക്കിയാലേ മുഴുവൻ തുകയും റീഫണ്ടായി ലഭിക്കും. 72നും 24 മണിക്കൂറിനും ഇടയിൽ റദ്ദാക്കുകയാണെങ്കിൽ തുകയുടെ 25% നഷ്ടമാകും. 24നും 8 മണിക്കൂറിനും ഇടയിൽ റദ്ദാക്കിയാൽ 50% നഷ്ടം. പരിഷ്കരിച്ച സ്വർണ്ണപ്പണയ ചട്ടമാണ് മറ്റൊന്ന്. ഇതുവഴി വായ്പ ലഭിക്കുന്ന തുകയിൽ മാറ്റം വരികയാണ്. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പണയം വെച്ച സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 85% വരെ വായ്പയായി ലഭിക്കും. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയെങ്കിൽ 80% വരെയും, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 75% വായ്പയായി ലഭിക്കും. ഇനി പറയാനുള്ളത് ഫാസ്ടാഗിന്റെ കാര്യമാണ്. വാർഷിക പാസിന്റെ ഫീസ് 3000-ൽ നിന്ന് 3075 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. സേവനങ്ങൾ ഇനി ഓൺലൈൻ വഴി മാത്രമാണ് ലഭ്യമാക്കുക. സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് ഇനി കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകും. വാർഷിക ഫീസ് ഇല്ലാതെ ATM കാർഡ്, ചെക്ക് ബുക്ക്, ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ ലഭിക്കും. 4 തവണ സൗജന്യമായി ഇനി മുതൽ ATM-ൽ നിന്ന് പണം പിൻവലിക്കാം. UPI വഴി ATM-ൽ നിന്ന് പണം പിൻവലിക്കുന്നത് ഇനി മുതൽ ATM ഇടപാടായി പരിഗണിക്കും. ഡിജിറ്റൽ പണമിടപാടിലും ചില മാറ്റങ്ങളുണ്ട്. എല്ലാ ഡിജിറ്റൽ ഇടപാടുകൾക്കും 2 തട്ടിലുള്ള ഓതന്റിക്കേഷൻ ഉണ്ടാകും. ഇടപാടിൽ ഉൾപ്പെടുന്ന ഉപകരണം അതിപ്പോൾ ഫോണാണെങ്കിൽ അത് കൈവശമുണ്ടെന്ന് ഉറപ്പാക്കുന്ന രീതിയിലാകണം ഇതിലൊന്ന്. പാൻ കാർഡിനായി അപേക്ഷിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആധാർ മാത്രം നൽകി ഇനി പാനിന് അപേക്ഷിക്കാനാകില്ല. ജനനത്തീയതി തെളിയിക്കുന്ന ഉൾപ്പെടെ കൂടുതൽ രേഖകൾ നൽകേണ്ടി വരും. പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിലായതോടെ ഇനി നികുതി വർഷം എന്ന പ്രയോഗം മാത്രമേ ഉണ്ടാകൂ. നികുതി സംബന്ധിച്ച് തൊഴിൽദാതാവ് നൽകുന്ന ഫോം 16-ന് പകരം ഇനി ഫോം 131 മാറും. ഓഹരികൾ തിരിച്ചു വാങ്ങുമ്പോൾ ലഭിക്കുന്ന നേട്ടത്തിന്റെ മൂലധന നികുതി ഇനി മുതൽ ഉണ്ടാകും. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിൽ SST അഥവാ ഓഹരി കൈമാറ്റ നികുതിയും ഉയരും. MSME വായ്പാ പരിധി ഉയർത്തിയതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. സൂക്ഷ്മ, ചെറുകിട, ഇടത്തര സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പ 20 ലക്ഷമാക്കി. SBI ക്രെഡിറ്റ് കാർഡിന്റെ പോയിന്റ് റെഡീം ചെയ്യുന്നതിനും ഇനി അങ്ങോട്ട് നിയന്ത്രണമുണ്ട്. 4000 പോയിന്റുകളുടെ ഗുണിതങ്ങളായേ റെഡീം ചെയ്യാനാകൂ. റുപ്പേ ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് വിമാനത്താവളം, റെയിൽവേ ലോഞ്ചുകളിലെ സൗജന്യ പ്രവേശനം ഇനി അങ്ങോട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു മാറ്റം.